കണ്ണൂരിൽ മരിച്ച ADM കെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ ഘടകം സ്വീകരിച്ച നിലപാടുകളിൽ തെറ്റില്ലെന്നും CPM ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. സജോ ദേവസ്യ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരും. അതുപോലെ സമാപനത്തെക്കുറിച്ചും മറ്റ് MV ജയരാജൻ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ സാധ്യതയുള്ളതിനെക്കുറിച്ചുമൊക്കെ തന്നെ ദീപക് തർമടവും നമുക്കൊപ്പം ചേർന്ന് സംസാരിക്കും. ആദ്യം സജോ ദേവസ്യ. സജോ, ശരിക്കും ഈ PP ദിവ്യയുടെ കേസിൽ കൃത്യമായൊരു നിലപാടെടുക്കാൻ പാർട്ടിക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പാർട്ടിക്ക് ഇതൊന്നും തള്ളിക്കളയാനും കഴിയില്ല. ചില പകൽ പോലെ തെളിയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പാർട്ടിക്ക് മുന്നിലുണ്ട്. പറയൂ. SKN ഗുഡ് മോർണിംഗ്. CPI കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ട്, തുടർന്ന് പൊതുചർച്ചയിൽ PP ദിവ്യക്കെതിരായ നടപടി, ADM നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ വിവാദങ്ങൾ, രാഷ്ട്രീയ വിവാദം എന്നിവയിൽ കാര്യമായ ചർച്ച ഉയർന്നു വന്നു. അതിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് മറുപടി പറഞ്ഞത്. ആ മറുപടി പറയവെയാണ് ഈ വിഷയത്തിൽ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ജാഗ്രതക്കുറവുണ്ടായി എന്ന് മുഖ്യമന്ത്രി പരാമർശിച്ചത്. ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കേണ്ടവർ പുലർത്തേണ്ട ജാഗ്രത ദിവ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഒപ്പം ഈ പത്തനംതിട്ട ജില്ലാ ഘടകം സ്വീകരിച്ച നിലപാട് ഈ വിഷയത്തിൽ സമ്മർദ്ദമുണ്ടാക്കിയെന്ന് ചില പ്രതിനിധികൾ നിലപാടെടുത്തിരുന്നു. അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി പത്തനംതിട്ട ജില്ലാ ഘടകം സ്വീകരിച്ച നിലപാടുകളിൽ തെറ്റൊന്നുമില്ല എന്നതാണ്. ഒപ്പം ഈ നടപടിയുടെ കാര്യത്തിൽ നേരത്തെ ചില പ്രതിനിധികൾ മുന്നോട്ട് വെച്ച വിമർശനം, ചിലർ ഇക്കാര്യത്തിൽ ദിവ്യയ്ക്ക് ഔചിത്യക്കുറവുണ്ടായി, ദിവ്യയ്ക്ക് വീഴ്ചയുണ്ടായി, ദിവ്യ സ്വയം അധികാര കേന്ദ്രമാകാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. ആ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന നേതാവ് തന്നെയാണ് ദിവ്യ. അങ്ങനെ അനുഭവങ്ങളുടെ കരുത്തുകൊണ്ടേ ആർക്കും നേതാവാകാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ ഉയർത്തേണ്ട ഒരു ഔചിത്യം, ജാഗ്രതയുണ്ടായില്ല. ഈ നടപടിയുടെ കാര്യത്തിൽ പാർട്ടി സംഘടനാ നടപടി സ്വീകരിച്ചിരുന്നു. ഒപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്നും നീക്കിയിരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പിന്നീട് ഒഴിവാക്കുകയും ചെയ്തു. തുടർന്ന് പ്രാഥമിക ഘടകത്തിലേക്ക് തരം താഴ്ത്തുകയാണ് ചെയ്തത്. ആ വിഷയത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ച ഒരു കാര്യം, എല്ലാ തലങ്ങളും പരിശോധിച്ച ശേഷമാണ് അക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചത് എന്നതായിരുന്നു. മറ്റൊന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ വോട്ട് ചോർച്ച പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം സമീപകാലത്തൊന്നുമില്ലാത്ത വിധം സംഭവിച്ചു. അതിൽ നിയമസഭാ മണ്ഡലം വേർതിരിച്ചെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും കാര്യമായ വോട്ട് വ്യത്യാസമുണ്ടായി. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞത്, എതിരാളികളുടെ പ്രചരണം ഒരു പരിധിവരെ വിജയിച്ചു, സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായില്ല, ഏക സിവിൽ കോഡ്, ഫലസ്തീൻ വിഷയങ്ങളടക്കം ന്യൂനപക്ഷ വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാട് തെറ്റായി പ്രചരിപ്പിക്കുന്നതിന് എതിരാളികൾക്ക് കഴിഞ്ഞു. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടോ എന്നതടക്കം പരിശോധിക്കണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി. നേതാക്കൾ ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകണം, അകലം വർദ്ധിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇടപെടൽ വേണമെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയെന്നത് ശ്രദ്ധേയമാണ്. ഓക്കെ, താങ്ക് യു സജു ദേവസ്.